മൂവിയുടെ തുടക്കം തന്നെ നമ്മളുടെ ഹീറോ ആയിട്ടുള്ള വിജയനെയാണ് കാണിക്കുന്നത്. കുഴിനിലം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവനക്ക് SI ആയിട്ട് ആദ്യത്തെ പോസ്റ്റ് കിട്ടുന്നത്. അവനും ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടേക്ക് പോകുന്നത്. അവന്റെ അമ്മാവൻ രാജീവ് അങ്കിള് ഓൾറെഡി അവിടെയാണ് ജോലി ചെയ്തിരുന്നത്. അയാൾ ഇപ്പൊ റിട്ടയർ ആയി. ആ ഒരു ധൈര്യത്തിലാണ് ആ ഒരു സ്റ്റേഷൻ പരിധിയിലൊന്നും വലിയ ക്രെയിംസ് ഒന്നും ഇല്ല, ചെറിയ ചെറിയ തല്ലുകളും അതിർത്തി പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടാവാറുള്ളൂ. വിജയ് അവിടേക്ക് പോകാണ്. വിജയ്ക്ക് ആകുള്ള ഒരു സമാധാനവും വലിയ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത നാടാണല്ലോ, അത് മാത്രമായിരുന്നു. കാരണം വിജയ് ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ അവൻ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ആദ്യം തന്നെ രാജീവ് അങ്കിൾ അവനോട് പറഞ്ഞു കൊടുത്തിരുന്ന കൃഷ്ണൻ എന്ന് പറഞ്ഞ പോലീസുകാരനെ അവൻ അന്വേഷിക്കുന്നുണ്ട്. ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ആകെ മൊത്തം 5 ആണുങ്ങളും 2 പെണ്ണുങ്ങളുമാണ് ഉള്ളത്. അതിൽ മെയിൻ ആയിട്ടുള്ള ആളായിരുന്നു കൃഷ്ണൻ. പിന്നെ ഇയാളുടെ പേര് ബാലനെന്നും ഇയാള് സത്യൻ, പിന്നെ ബിബീഷ്. ആനന്ദ് എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്. പക്ഷെ ആളുടെ അമ്മക്ക് വയ്യാത്തോണ്ട് തന്നെ ലീവ് എടുത്തേക്കാണ്. ആ ഒരു സ്റ്റേഷനിൽ ഇൻസ്പെക്ടർ ഇല്ലായിരുന്നു. കാരണം പ്രത്യേകിച്ച് ക്രൈം ഒന്നും നടക്കാത്തോണ്ട് തന്നെ ഒരു പോസ്റ്റിംഗ് ആള് വരണമെങ്കിൽ 7 മാസത്തോളം എടുക്കുമായിരുന്നു. പിന്നെ 2 ലേഡി പോലീസുകാരാണ് ഉള്ളത്. ഒരാളുടെ പേര് രമ്യ, ഒരാളുടെ വിദ്യ. വിദ്യക്ക് നമ്മളുടെ വിജയനെ കണ്ടപ്പോ തന്നെ ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. ആള് കല്യാണം കഴിച്ചിട്ടുണ്ടോന്നൊക്കെ അന്വേഷിക്കുകയാണ്. വിജയുടെ അമ്മയും അച്ഛനും നാട്ടിലാണ് ഉള്ളത്. അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് അവനക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് മാറി നിൽക്കില്ല. അതുകൊണ്ടാണ് ഇവൻ ഒറ്റക്ക് വന്നത്. ഇവരെല്ലാവരും പോലീസ് സ്റ്റേഷന്റെ തൊട്ടപ്പുറത്തുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. സൗകര്യം കുറച്ച് കുറവാണെങ്കിലും വിജയ് അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുഡെല്ലാം അവൻ സെൽഫ് കുക്ക് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അഥവാ ഫ്ലോപ്പ് ആണെങ്കിൽ പുറത്തു നിന്ന് ഓർഡർ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. അവന്റെ അങ്കിൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അവരുള്ളവരൊക്കെ നല്ല ആൾക്കാരാണ്, പക്ഷെ നീ അധികം തലയിൽ കയറ്റി വെക്കണ്ട, അവരുടെ കൂടെ ഒന്നും മദ്യമിക്കാനായിട്ട് നിൽക്കണ്ടെന്നൊക്കെ. ലഗേജ് എല്ലാം കൊണ്ടുപോയി വെക്കാനായിട്ട് എല്ലാ പോലീസുകാരും അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോലീസ് ടിപ്പ് വർക്ക്ഷോപ്പിലായിരുന്നു. ഇപ്പം വരുന്നതിന്റെ തലേ ദിവസമാണ് അതിന്റെ മിറർ പൊട്ടിയത്. അത് ശരിയാക്കാനായിട്ടാണ് ഇപ്പൊ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. പാസ്പോർട്ട് വെരിഫിക്കേഷന്റെ കാര്യത്തിന് വേണ്ടി അവിടെ ആൾക്കാരിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് യൂണിഫോം ഇട്ട് വിജയ് അവിടേക്ക് വരുന്നത്. കാണാൻ ചെറുപ്പക്കാരനാണെങ്കിലും യൂണിഫോം ഇട്ടപ്പോ ഒരു ലുക്കൊക്കെ ഉണ്ടെന്ന് അവിടെ ഉള്ളവരെല്ലാവരും പറയുന്നുണ്ട്. ദിവ്യക്ക് അവനെ കണ്ടപാടെ ഇഷ്ടമായെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ യൂണിഫോം ഇട്ടതോടുകൂടി ഒന്നും കൂടി ഇഷ്ടപ്പെടാണ്. ഫസ്റ്റ് ആയിട്ട് ആ ഒരു കസാലയില് ചെന്നിരിക്കുന്നതിന്റെ അഭിമാനവും അവന്റെ മുഖത്തുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു നാട്ടിലെ വലിയൊരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള സാബുവിനെ കാണിക്കുന്നുണ്ട്. ആളിത്തിരി തന്റേടിയാണ്, എല്ലാ കാര്യത്തിലും കയറി ഇടപെടും. ജാടാണെങ്കിൽ ഒട്ടും കുറവുമില്ല. പുതിയ SI വന്നിട്ടുണ്ട്, കാണാൻ പോകുന്നില്ല എന്ന് ചോദിക്കുമ്പോ ഒരു 3-4 ദിവസം കഴിയട്ടെ എന്നിട്ടൊക്കെ മുഖം കാണിക്കാന്നാണ് അയാൾ പറയുന്നത്. അവിടെ ഇൻസ്പെക്ടർ ഇല്ലാത്തോണ്ട് തന്നെ DYSPയുടെ ഓഫീസിൽ ചെന്നിട്ടാണ് അവൻ ജോലി സ്റ്റാർട്ട് ചെയ്തതിന്റെ കൺഫർമേഷൻ ലെറ്റേഴ്സ് ഒക്കെ വാങ്ങുന്നത്. കൂടെ കൃഷ്ണനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിബീഷും കൃഷ്ണനും വിജയും കൂടി ആ ഗ്രാമമൊക്കെ ചുറ്റി കാണാനായിട്ട് പോകുന്നുണ്ട്. അന്ന് അവർ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചത് വീട്ടിലെ ഊണ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ആ പോലീസുകാരൊന്നും അവിടെ ഫുഡിന് പൈസ കൊടുക്കില്ലായിരുന്നു. പക്ഷെ വിജയ് അത്രക്കാരനല്ല, അവൻ പൈസ കൊടുക്കുന്നുണ്ട്. അവന്റെ അമ്മ എപ്പോഴും വിളിച്ച് അവനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ, സുഖല്ലേ, ഫുഡൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നില്ലേന്നൊക്കെ. പിന്നെ ആനന്ദ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ 2 ദിവസം ലീവായിരുന്നെന്ന് പറഞ്ഞല്ലോ, അവന്റെ വീട്ടിൽ പോയി അമ്മയെ എല്ലാം കാണുന്നുണ്ട്. എന്തോ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായോണ്ടാണ് ലീവ് എടുത്തത്, അല്ലാണ്ട് അമ്മക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആനന്ദിന് ഒരു ഭാര്യയും പിന്നെ ഒരു അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് രാത്രി വിജയ് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും രമ്യയും വിദ്യയും അവനിക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാണ്. അതുകൊണ്ട് അവനക്ക് പിന്നെ വേറെ ചപ്പാത്തി ഉണ്ടാക്കേണ്ട കാര്യം വരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോ കരാട്ട പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യയെ അവൻ കാണുന്നുണ്ട്. കരാട്ട പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൾ അതിൽ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നാണ് പറയുന്നത്. അത് അവനക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അന്ന് രാത്രി അവര് കുറച്ച് മദ്യപാന പാർട്ടി അവിടെ നടത്തുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള പോലീസുകാരൊക്കെ വിജയനെ വിളിക്കുന്നുണ്ടെങ്കിലും അങ്കിള് പറഞ്ഞ ഓർമ്മ ഉള്ളതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷെ ഭയങ്കരമായിട്ട് അവര് ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവിടെ വെറുതെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. ആ സമയത്ത് വിദ്യയും അവരുടെ കൂടെ നിന്ന് കുടിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്ന അവനും കരാട്ടെ മദ്യപാനവും ഒന്നിച്ച് കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് വിദ്യയെ ഒന്ന് ഉപദേശിക്കുകയാണ്. ഇപ്പൊ ആ ഗ്രാമത്തിലെ തന്നെ ഒരു ബാർ നടത്തുന്ന ഒരാള് വിജയെ കാണാനായിട്ട് വരുന്നുണ്ട്. അവനക്ക് കുറച്ച് കൈക്കൂലി എന്ന പോലെ കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. എന്നാൽ വിജയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. ഇനി മേല എന്റെ അടുത്തേക്ക് പൈസയും കൊണ്ട് വരരുതെന്നാണ് അവൻ പറയുന്നത്. പുറത്ത് വന്ന് കൃഷ്ണനോട് ആ ഒരു ബാറിന്റെ ഓണർ ആ പോലീസുകാരൻ വാങ്ങില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ കൃഷ്ണനെ വിളിച്ച് വിജയ് കാര്യം ചോദിക്കുമ്പോഴാണ് ഇവർക്ക് സ്റ്റേഷനിലുള്ള അറ്റകുറ്റപ്പണികൾക്കൊന്നും ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചിരുന്നില്ല. ആ ഒരു പണികളെല്ലാം ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിജയും എന്നാ കൃഷ്ണേട്ടൻ അതിന്റെ തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ കവലയില് 2 പേര് തമ്മിൽ വഴക്കുണ്ടാവുന്നു പറഞ്ഞ് പോലീസുകാർ അവിടേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ ആ രാഷ്ട്രീയക്കാരനായിട്ടുള്ള സാബു വന്ന് ഇടപെടുന്നുണ്ട്. ഇവന്റെ ഇടപെടല് നമ്മളുടെ വിജയ്ക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. ഭയങ്കര കാര്യക്കാരനാവലാണ് പണി. സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് പരിശോധിക്കുന്ന സമയത്ത് അതിൽ ഒരാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് കിട്ടുന്നുണ്ട്. അത് ചെറിയ പയ്യനായിരുന്നു. അവന്റെ ഭാവിയെ അത് എഫക്ട് ചെയ്യും എന്ന് പറയാണ്. ഈ സാബു രാഷ്ട്രീയക്കാരന്റെ അകിയലാരോ ആയിരുന്നു ആ ഒരു പയ്യൻ. അതുകൊണ്ട് തന്നെ സാബു വന്ന് ഇത് നമുക്ക് കേസാക്കണം സാറേ, എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് ഒത്തുതീർപ്പാക്കാന്ന് പറയുമ്പോ വിജയ്ക്ക് ദേഷ്യം വന്നിട്ട് നീ എനിക്ക് എന്താടാ തരാൻ പോകുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. സാബുവിനെ അങ്ങനെ പുറത്താക്കാണ്. ആ കൃഷ്ണനും ബാക്കിയുള്ള പോലീസുകാരും കുട്ടിയുടെ ഭാവി
ഭാവിയല്ലേ, വെറുതെ ഇതിൽ ഇടപെട്ട് അവന്റെ ഭാവി കളയണ്ട, ദുബായിലേക്ക് പോവാൻ നിൽക്കുന്ന ഒരു കൊച്ചാന്നൊക്കെ പറഞ്ഞ് അത് ഒത്തുതീർപ്പാക്കുന്നുണ്ട്. പിറ്റേ ദിവസം രജി എന്ന് പറഞ്ഞ ഒരാളുടെ ഒഴിഞ്ഞ ഒരു പറമ്പ് അത് കാട് പിടിച്ച് കിടക്കുന്നതായിരുന്നു. അത് ക്ലീൻ ആക്കുന്ന സമയത്ത് ഒരു മനുഷ്യ കൈപ്പത്തി അവിടെ കണ്ടു എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് കോള് വരുന്നുണ്ട്. വിജയും ആ ഒരു സ്പോട്ടിലേക്ക് എത്താണ്. തലേദിവസം നല്ല മഴയായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർക്ക് ക്ലൂകളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാട്ടിൽ എവിടെയെങ്കിലും തന്നെ ബാക്കിയുള്ള പാർട്സ് എല്ലാം ഉണ്ടാവുമെന്ന് അവൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഡോട്ട് സ്കോഡ് ആ ഒരു ചീഞ്ഞളിഞ്ഞ ശരീരം കണ്ടെത്തുന്നുണ്ട്. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുകയാണ്. ഏകദേശം ഒരു 4-5 ദിവസം പഴക്കമുള്ള ബോഡി ആയിരുന്നു അത്. ഇന്നേ വരെ ഈ ഗ്രാമത്തിൽ ഇതുപോലെ കൊലയൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. വിജയ് വന്നതിന് 2 ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കൊലപാതകം കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് പോയി ചോദിക്കുമ്പോൾ ഏകദേശം 30-35 വയസ്സിനിടയിൽ പ്രായം വരുന്ന ഒരാളുടെ ബോഡിയാണ് അതെന്നും 7 ദിവസത്തെ പഴക്കം ആ ഒരു ബോഡിക്ക് ഉണ്ടെന്നും എന്തോ ഒരു കട്ടിയുള്ള സാധനം കൊണ്ട് തലക്കടിച്ച് തലോട്ടി പൊട്ടിപ്പോയിട്ടുണ്ട്, അതാണ് മരണകാരണം എന്നെല്ലാം പറയുന്നുണ്ട്. അതൊരു വലിയ വാർത്തയാവാണ്. അതിന്റെ അന്വേഷണ ചുമതല ഇൻസ്പെക്ടർ ഇല്ലാത്ത കാരണം SI ആയിട്ടുള്ള വിജയ്ക്ക് തന്നെയാണ് ഉള്ളത്. 6 മാസത്തിനിടയിൽ നാട് വിട്ടുപോയ ആൾക്കാരെ കുറിച്ച് പരിശോധിക്കാൻ ഒരു 7 ദിവസത്തിനിടയിൽ മിസ്സിംഗ് കേസ് ഏതെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വിജയ് താഴ്ന്ന ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. DYSP വിളിച്ച് അവനോട് കേസിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവനും കൃത്യമായിട്ട് തന്നെ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ലീഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യണമെന്നും പറയാണ്. പെട്ടെന്ന് വന്ന വിജയും ആ ഒരു ബോഡി കിട്ടിയ ഏരിയ നമുക്ക് ഒന്നും കൂടി സെർച്ച് ചെയ്യണമെന്ന് പറയാണ്. അത് മാത്രമല്ല റെജിയോട് പോയി സംസാരിക്കണമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവര് പോയി അവിടെ എല്ലാം സെർച്ച് ചെയ്യാണ്. ശേഷം അവര് റെജിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. റെജിയുടെ വീട്ടിലെ ഭാര്യയും മകനും പിന്നെ മകന്റെ ഭാര്യയുമാണ് ഉള്ളത്. അവര് 3 പേരും ഇപ്പൊ ഏതോ ഒരു കല്യാണത്തിന് പോയേക്കാണ്. ഇയാൾക്ക് അത്രയും ദൂരം പോകാൻ പറ്റാത്തത് കൊണ്ടാണ് അയാൾ പോകാതിരുന്നത്. ഇതെല്ലാം ശരിയാണോ എന്ന് ഒരു പോലീസുകാരനെ വെച്ച് വിജയ് അന്വേഷിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ശരിയായിരുന്നു. ആ ഒരു റെജിയുടെ പറമ്പ് ഇത്ര നാള് കാട് പിടിച്ച് കിടക്കായിരുന്നു. അതുകൊണ്ടാണ് വെറുതെ പോയി ഒന്ന് ക്ലീൻ ചെയ്തപ്പോ ഇത് കണ്ടതെന്നെല്ലാം പറയാണ്. കവലയെ വെച്ച് തല്ലുണ്ടാക്കിയ ഒരാളെ പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആവശ്യപ്പുറത്ത് അയാൾ എന്തോ ചെയ്തു പോയതാണെന്നും എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം, എന്ത് വേണമെങ്കിലും ചെയ്യാന്നൊക്കെ ആള് പറയുന്നുണ്ട്. എന്നാ കൃഷ്ണൻ, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഞാൻ ഒത്തുതീർപ്പാക്കിക്കോളാം. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ആ ക്വാർട്ടേഴ്സിൽ കുറച്ച് പണിയുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തേക്ക് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് വിജയ് ഒന്ന് ചെറുതായിട്ട് ചിരിക്കുകയാണ്. പിറ്റേ ദിവസം വിജയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. ആനമല ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ഫിനാൻസ് ആരോ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അവനും അവിടെ പോകുന്നുണ്ട്. അവിടെ എല്ലാ നാട്ടുകാരും വളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫിനാൻസിൽ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ ലോക്കറാണ് ആ കള്ളന്മാര് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അതും ആ ഒരു ലോക്കറെ പാടെ അത് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു പോലും. വെടിയിപ്പിച്ച് ഒരു ജനൽ വഴി അത് അവര് താഴേക്കിട്ടിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഫിനാൻസിലെ മാനേജർ വരുന്ന സമയത്താണ് സെക്യൂരിറ്റി ആരോ തല്ലിയിട്ടിരിക്കുന്നതും ലോക്ക് പൊട്ടിക്കിടക്കുന്നതും അവൻ കാണുന്നത്. അങ്ങനെയാണ് അവൻ പോലീസിനെ വിവരം അറിയിച്ചത്. CCTV വിഷ്വൽസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ക്യാമറയിലെല്ലാം സ്പ്രേ ചെയ്ത് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 പേരോളാണ് മോഷ്ടിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇവരൊരു പ്രൊഫഷണൽ കള്ളന്മാരൊന്നും അല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ ലോക്കേഴ്സ് എടുത്തു കൊണ്ടുപോകാനായിട്ട് അവര് ശ്രമിച്ചേനെ. ആകെ ഒരു ചെറിയ ലോക്കർ മാത്രമാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. സാധാ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അവരിത് ചെയ്തിരിക്കുന്നതെന്ന് വിജയ്ക്കും മനസ്സിലാവുന്നുണ്ട്. 125 പവനും 50 ലക്ഷം രൂപയാണ് ആ ഒരു ഫിനാൻസിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവർക്ക് എന്തായാലും ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്നും ആ ഒരു ലോക്കർ കൊണ്ടുപോകാനായി അടിയിൽ ഒരു വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കണം. മിക്കവാറും 4 പേര് ഇതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് അവൻ സംശയിക്കുന്നുണ്ട്. പുറത്തു വരുമ്പോ ആൾക്കാരെല്ലാം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നത് വിജയ് കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അയാൾ അപ്രതീക്ഷിതമായി പോകാണ്. ഫിനാൻസിന്റെ ഓണർ ആയിട്ടുള്ള ഷാജിയെ വിജയ് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ എല്ലാവർക്കും ശത്രുത തന്നെ ആയിരുന്നു. കാരണം ആ ഒരു ഫിനാൻസിൽ ഭയങ്കര കൊള്ള പലിശയാണ് വാങ്ങാറുള്ളത്. മനോജ് എന്ന് പറഞ്ഞ ഒരാളുടെ വീട് ജപ്തി ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ തുടങ്ങിയ പോയ ആള് ഫിനാൻസിൽ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മാനേജർ പറയുന്നുണ്ട്. ആ മനോജിനെ പറ്റി അന്വേഷിക്കാൻ വിജയും പറയാണ്. ചില നാട്ടുകാർ പറയുന്നത് ഷാജിയോട് ശത്രുതയുള്ള ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നാണ്. അത്ര മുഴിഞ്ഞ പലിശയല്ല ഇവിടെ വാങ്ങുന്നതെന്ന്. പക്ഷെ ചിലര് പറയുന്നുണ്ട് ഇതെല്ലാം പോലീസുകാരും ഷാജിയും ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അല്ലാണ്ട് ആർക്കാണ് ആ ഒരു ഫിനാൻസ് കുത്തിപ്പൊളിക്കാനുള്ള ധൈര്യം ഉണ്ടാവാന്ന്. 20 വർഷം മുന്നേ തുടങ്ങിയ ഒരു ഫിനാൻസ് ആയിരുന്നു ഈ ആനമല ഫിനാൻസ്. പിന്നീട് കൊള്ള പലിശ വാങ്ങിയിട്ടാണ് അവർ ഇത്രയും വലിയ ഫിനാൻസ് ആക്കി അത് മാറ്റിയത്. മനോജിന്റെ വീട്ടില് വിജയ് പോയി അന്വേഷിക്കുന്നുണ്ട്. അവൻ ഒരാഴ്ച മുന്നേ പോയതാണെന്നും എന്താണ് കാര്യമെന്ന് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയിട്ട് ഭാര്യയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും കാര്യമൊന്നും പറയാതെ ഫോൺ കട്ടായി പോയി. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, എവിടെയാണെന്ന് അറിയില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. മനോജിന് ഏകദേശം 30-35 വയസ്സ് വരെ ആയിരുന്നു. അവൻ ഇവിടെ നിന്ന് പോയിട്ടും ഒരാഴ്ചക്ക് മേലെയായിട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ബോഡി ആയിരുന്നെങ്കിലോ അതുകൊണ്ട് ഭാര്യയോടൊന്ന് വന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഈ അടുത്തായിട്ട് റിസോർട്ടിൽ വന്ന് താമസിച്ച ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാനായി കൃഷ്ണേട്ടനെ
വിജയ് ഏൽപ്പിക്കാണ്. ഇപ്പൊ സത്യ പോലീസ് എന്തോ പറയാനായിട്ട് അകത്തേക്ക് വരുമ്പോ പുറത്തൊരു പെൺകുട്ടി ഇരിക്കുന്നതായിട്ട് വിജയ് കാണുന്നുണ്ട്. കാര്യം എന്താന്ന് തിരക്കുമ്പോ ഈ ഒരു പെൺകുച്ച ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലായിരുന്നു. ഇവരെവിടോ പോയി റൂം എടുത്തിട്ടുണ്ട്. അവൾക്ക് എന്തോ മയക്കുമരുന്ന് കൊടുത്ത് കുറച്ച് ന്യൂഡ് വീഡിയോസ് എല്ലാം അവൻ എടുത്ത് ഇപ്പൊ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപ തന്നാ മാത്രമേ അവന് കോംപ്രമൈസ് ചെയ്യുള്ളൂ എന്ന് പറയാണ്. അതിന് വിജയ് രമ്യയോട് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രമ്യയോട് കസിനെ പോലെ അവനക്ക് വിളിക്കാനും പരമാവധി അവനെ വിളിച്ചു വരുത്താനൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാണ്. ഇപ്പൊ സത്യ പോലീസ് അവൻ പറയാൻ വന്ന കാര്യം എന്താന്ന് പറയാണ്. മധു എന്ന് പറഞ്ഞ ഒരാൾ ഈ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ അയാളുടെ വീടും പേരും ജപ്തിയായപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അയാളുടെ 2 മക്കളായിരുന്നു ഈ സനീഷും കിരൺ. സനീഷിനെ അന്ന് മുതൽ കാണാനില്ല. കിരൺ ഇപ്പോ കഞ്ചാവും കള്ളൊക്കെ ആയിട്ട് ആ കാലമ്പായിട്ട് നടക്കാണെന്നും അറിയുന്നുണ്ട്. ഇനി അവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായി വിജയ് മധുവിന്റെ വീട്ടിൽ പോയി അന്വേഷിക്കുന്നുണ്ട്. സനീഷിനെ കാണാതായിട്ട് അത്ര നാളായിട്ടുണ്ടെങ്കിലും പോലീസിൽ ഇതുവരെ ആ ഒരു അമ്മ പരാതി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കിരൺ ആണെങ്കിൽ ആ ഒരു വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കിരൺ വരുമ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്നും സനീഷ് എപ്പോഴെങ്കിലും വിളിച്ചാൽ അറിയിക്കണമെന്നും പറഞ്ഞ് വിജയ് അവിടെ നിന്ന് പോരുന്ന സമയത്ത് സനീഷിന്റെ ഫോട്ടോ വിജയ് കാണുന്നുണ്ട്. അവനാകെ ഷോക്ക് ആവാണ്. അന്ന് ആ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ വിജയ് കണ്ടത് സനീഷിനെ തന്നെയാണ്. അപ്പൊ സനീഷ് പോയിട്ടില്ലെന്നും അവൻ ഇവിടെ എവിടെയോ തന്നെ ഉണ്ടെന്നും അവനക്ക് മനസ്സിലാവുന്നുണ്ട്. പോരാത്തതിന് ആ ഒരു അമ്മ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്നും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. ഫിനാൻസ് ഓണർ ആയിട്ടുള്ള ഷാജി വേഗം തന്നെ ഇതിനൊരു തീരുമാനമാക്കണം എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം വിദ്യ വന്ന് വിജയനോട് പറയുന്നുണ്ട്. അത് ഞാൻ ഡീൽ ചെയ്തോണ്ട് എന്റെ അടുത്തേക്ക് ഇനി വന്നാ വിട്ടാ മതി എന്നാണ് വിജയ് പറയുന്നത്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഒരു 125 പവൻ എന്ന് പറഞ്ഞാല് എത്രത്തോളം ഉണ്ടാവും? ഒരു പവന് 8 ഗ്രാം ആണല്ലോ. വിദ്യയോട് വിജയ് കുറച്ച് ഹെൽപ്പ് വേണം, ഞാൻ പറയുന്ന സാധനങ്ങളെല്ലാം സംഘടിപ്പിക്കണം എന്ന് പറയാണ്. അവൾ ഓക്കെ പറയുന്നുണ്ട്. വിജയ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്ന അവനെ ഫ്ലാറ്റിലേക്ക് അവര് വിളിച്ചു വരുത്തുന്നുണ്ട്. അവൻ ഇപ്പോഴും വില പേശിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യയും രമ്യയും വേഷം മാറി അവിടെ ഉണ്ടായിരുന്നു. അവർ ആ കൊച്ചിന്റെ കസിൻസ് ആണെന്നാണ് പറയുന്നത്. അവരുടെ കയ്യില് സ്വർണ്ണമൊക്കെ വിറ്റ് 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അത് തരാമെന്ന് പറയുമ്പോൾ ആദ്യം അവൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഒരുപാട് വില പേശിയതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിക്കാണ്. ആ ഒരു ഫോട്ടോസും വീഡിയോസും സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്യണമെന്ന് അവർ പറഞ്ഞുകൊണ്ട് തന്നെ അവനും ഫോൺ എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് വിജയ് കയറി വന്ന് അവനെ അടിക്കുകയാണ്. ഇതിന്റെ കോപ്പി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇല്ലാന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒരു ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവനക്കെതിരെ ഒരു തെളിവായിട്ടുണ്ട്. അവന്റെ ഫോൺ വാങ്ങി അതിലുണ്ടായിരുന്ന എല്ലാതും അവർ നശിപ്പിച്ച് കളയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്നുണ്ട്. ഇനി മേല ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ ഭൂമി കാണൂലെന്നും പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് പോകാണ്. തിരിച്ച് സ്റ്റേഷനിലേക്ക് എത്തുമ്പോ വിജയ് കാണുന്നത് അവന്റെ അച്ഛനും അമ്മയും അവിടെ വന്നിരിക്കുന്നതാണ്. വിജയനോട് പറയാതെയാണ് അവര് വന്നത്. അമ്മ വിദ്യയെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവരധിക സമയമൊന്നും നിന്നില്ല. കുറച്ചു നേരം മകനോട് സംസാരിച്ചതിന് ശേഷം അവര് തിരിച്ചു പോകുന്നുണ്ട്. കാരണം കൃഷിയും കാര്യങ്ങളും നോക്കാനായിട്ട് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു ഫിനാൻസിൽ മോഷണം നടത്തിയത് ആരാണെന്ന് കണ്ടുപിടിക്കാത്തോണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിലായിട്ട് നിന്നിരുന്നത് രാഷ്ട്രീയക്കാരനായിട്ടുള്ള സാബു ആയിരുന്നു. സാബു വേണ്ടാത്ത വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിജയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അയാളോട് നന്നായി തന്നെ ചൂടാവുന്നുണ്ട്. ഇപ്പോഴാണ് സത്യൻ വന്നിട്ട് ഒരു വലിയ ന്യൂസ് വിജയിനോട് പറയുന്നത്. വേറെ ഒരു ബോഡിയും കൂടി ഡാമിന്റെ അടുത്ത് നിന്ന് കെട്ടിത്തൂക്കി ഇട്ടിരിക്കുന്നതായിരുന്നു. ഡാം തുറന്നപ്പോ ആ ഒരു ഫോഴ്സിൽ ആ ഒരു ബോഡി വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇത് വിജയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഇന്നേ വരെ ഒരു ക്രൈമും ഇല്ലാത്ത ആ ഒരു സ്ഥലത്ത് ക്രൈമിന്റെ 56 ആയിരുന്നു. ഡിവൈഎസ്പി അവനക്ക് വിളിച്ചിട്ട് നിനക്ക് ഭയങ്കര ലക്കാണല്ലോ, എന്തോരം കേസാ കിട്ടുന്നതെന്ന് പറഞ്ഞ് ചെറുതായി കളിയാക്കിയാണ് സംസാരിക്കുന്നത്. ഫിനാൻസ് ഓണർ ആയിട്ടുള്ള ഷാജിയെ ഇപ്പൊ കാണിക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, അസൽ അതൊന്നും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവന്റെ വീട്ടിൽ നിന്ന് ആരോ ഓടിപ്പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഈ ഒരാളെ കൊന്നിരിക്കുന്നതെന്നും തലക്ക് എന്തോ കട്ടിയുള്ള സാധനം കൊണ്ടാണ് അടിച്ചിരിക്കുന്നതെന്നും പറയാണ്. ഈ 2 പേരെയും കൊന്നിരിക്കുന്നത് ഒരാളാവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. മധുവിന്റെ മകനായിട്ടുള്ള സനീഷിനെയും ആ ഫിനാൻസിൽ വന്ന് തല്ലുണ്ടാക്കിയ മനോജിനെ ആയിരുന്നു വിജയ്ക്ക് സംശയം. പക്ഷെ അവർ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഡിവൈഎസ്പിയോട് ഈ കേസിനെ പറ്റിയല്ല വിജയ് സംസാരിക്കുന്നുണ്ട്. ഈ റോബറിയും ഈ കൊലപാതകവും തമ്മിൽ സാമ്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷെ ഈ 2 കൊലപാതകങ്ങൾ ചെയ്ത് ഒരാളെ വയ്ക്കാനുള്ള സാധ്യത ഏറെയാണെന്നെല്ലാം വിജയ് പറയുന്നുണ്ട്. വിജയ് ഇപ്പൊ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഇവൻക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിവൈഎസ്പിക്ക് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു ഇവനെ കേസിൽ നിന്ന് മാറ്റാനായിട്ട്. വേഗം തന്നെ എന്തെങ്കിലും തെളിയിക്കണമെന്ന് അവൻ കരുതുന്നുണ്ട്. കൃഷ്ണേട്ടൻ ഇവന്റെ മൂഡ് ഔട്ട് കണ്ടിട്ട് അവനെ ഉപദേശിക്കുകയാണ്. ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കരുതെന്നും നമ്മളുടെ പോലീസുകാരുടെ ജീവിതത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കൂടി വന്നാൽ ഒരു സസ്പെൻഷൻ കിട്ടും, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കിട്ടും. അതൊക്കെ നമുക്കൊരു പുത്തരിയല്ല സാർ, അത് അങ്ങോട്ട് വിട്ടേക്കെന്നെല്ലാം കൃഷ്ണേട്ടൻ അവനെ ഉപദേശിക്കുകയാണ്. എങ്ങനെ
എങ്ങനെയെങ്കിലും ഈ ഒരു കേസ് തെളിയിക്കണം എന്ന് വിചാരിച്ച് അവനും ഒരുപാട് ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. CCTV വിഷ്വൽസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയക്കാരൻ സാബു ഈ പോലീസുകാരെ കൊണ്ട് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല, ഞാൻ DYSPക്ക് നേരിട്ട് പരാതി കൊടുക്കാനൊക്കെ പോവാന്ന് പറയുന്നതൊക്കെ വിജയ് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സാബുവിനെ കണ്ണിന് നേരെ വിജയ്ക്ക് കാണില്ലായിരുന്നു. മധുവിന്റെ ഇളയ മകനായിട്ടുള്ള കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഇത്ര ദിവസമായി വിളിച്ചിട്ട് ഇപ്പോഴാണ് അവനക്ക് വരാൻ ടൈം കിട്ടിയത്. സനീഷിനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടാത്തോണ്ട് തന്നെ എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണമെന്ന് പറഞ്ഞ് കിരണ് വിജയ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അവനിങ്ങനെ എളുപ്പം വിട്ടയില് ആനന്ദ് പോലീസുകാരന് ഒട്ടും തൃപ്തികരായിരുന്നില്ല. നൈറ്റ് പെട്രോളിങ്ങിന് വിജയ് പോകുന്ന സമയത്താണ് സ്റ്റേഷനിൽ നിന്ന് അവനക്ക് ഒരു കോൾ വരുന്നത്. അപരിചിതനായ ആരോ വിളിച്ച് ഏതോ ഒരു കാടിനുള്ളില് ഒരാളുടെ ബോഡി വലിച്ചഴച്ച് ഒരാൾ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് പോലീസുകാരെയും കൂട്ടിക്കൊണ്ട് വിജയ് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പോലീസുകാരെ ഓരോരോ വഴിക്ക് പോയി അന്വേഷിക്കുന്നുണ്ട്. അവസാനം വിജയ് ആ ഒരു ബോഡിയുടെ അടുത്ത് ചെന്ന് എത്താണ്. അവനത് നോക്കുന്ന സമയം ബോഡിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു സ്വർണ്ണമാല കിട്ടുന്നുണ്ട്. പെട്ടെന്ന് അവന്റെ തലയുടെ ബാക്കിലായിട്ട് ആരോ വന്ന് അടിക്കുകയാണ്. അവന്റെ ആ ഒരു ശബ്ദം കേട്ട് ബാലൻ പോലീസുകാരനും അവിടേക്ക് എത്തുന്നുണ്ട്. ബാലനെയും ആരോ തലക്കടിക്കുന്നുണ്ട്. ബാലന്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ള പോലീസുകാരെല്ലാവരും അവിടെ ഓടിയെത്തി രണ്ടുപേരെയും ഹോസ്പിറ്റലിലാക്കാണ്. ഇപ്പൊ അവിടെ നിന്ന് കിട്ടിയ ബോഡി മണികണ്ഠൻ എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് പണിക്കാരന്റെയാണ്. അവനൊരു തമിഴനായിരുന്നു. ഒരു കോൺട്രാക്ടറുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു തമിഴൻ പയ്യൻ. ഏകദേശം അവനക്ക് 30-35 വയസ്സിനിടയിലായിരിക്കും പ്രായം. അവൻ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടേക്ക് വിജയും ബാക്കിയുള്ള പോലീസുകാരും പോയി കോൺട്രാക്ടറുമായി സംസാരിക്കുന്നുണ്ട്. അയാളുടെ ആ ഒരു സൈറ്റില് മൊത്തം 4 പണിക്കാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു മണികണ്ഠനും അരുളും അൻപും പിന്നെ കുമാറും ഇവര് 4 പേരുമാണ് അവിടെ പണി ചെയ്തിരുന്നത്. അരുൾ ആദ്യമേ എന്തോ ഒരു ആവശ്യം പറഞ്ഞു പോയി. പിന്നെ അവനെ തിരിച്ചു കണ്ടിട്ടില്ല. പിന്നീട് ബാക്കി 3 പേരും അമ്പലത്തിൽ എന്തോ ഉത്സവമാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അവരും തിരിച്ചു വന്നില്ല. അതുകൊണ്ട് അയാളുടെ പണികളൊന്നും നടക്കുന്നില്ല എന്ന് പറയാണ്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ആ ഒരു ഡോക്ടറെ വിളിച്ചിട്ടും ആദ്യത്തെ 2 മരണങ്ങളോട് തന്നെ സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരാളും മരിച്ചിട്ടുള്ളത്. അയാളുടെ തലക്കും കട്ടിയുള്ള എന്തോ ഒരു വസ്തു കൊണ്ട് തന്നെയാണ് അടിച്ചു കൊലപ്പെടുത്തിയത് എന്നെല്ലാം പറയുന്നുണ്ട്. ഇപ്പൊ ഈ തമിഴൻ പണിക്കാർ താമസിച്ചിരുന്ന ആ ഒരു വീട് സെർച്ച് ചെയ്യുമ്പോഴാണ് സത്യന് അവിടെ നിന്ന് ആ ഒരു ഫിനാൻസിന്റെ റെസിപ്റ്റ് കിട്ടുന്നത്. അവരെടുത്തു വെക്കുന്ന സ്വർണത്തിൽ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പേപ്പർ ആയിരുന്നു അത്. അവിടുന്ന് കിട്ടിയ സ്വർണവും റെസിപ്റ്റും കൊണ്ട് ഫിനാൻസിൽ ചെന്ന് വിജയ് അന്വേഷിക്കുമ്പോൾ അത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടത് തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു കേസിനെ കുറിച്ച് ബാക്കിയുള്ള പോലീസുകാരും വിജയും കൂടി ഡിസ്കസ് ചെയ്യാണ്. ഓരോരുത്തര് അവരവരുടെ ഡൗട്ടുകൾ പറയാണ്. ഈ 4 പേരും കൂടി ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവണം. അവസാനം ഈ പൈസ ഒറ്റക്ക് തട്ടാൻ വേണ്ടി അരുളിനെയും ബാക്കിയുള്ളവരെയും കുമാർ കൊന്നതായിരിക്കുമെന്ന് കൃഷ്ണേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ വിജയ്ക്ക് അതിലൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു റോബറി നടക്കുന്നതിന് മുന്നാണ് അരുൾ മരിച്ചിരിക്കുന്നത്. അതെങ്ങനെ സാധിക്കും? അപ്പോഴാണ് വിദ്യ പറയുന്നത് ഇവര് 4 പേരും ബാങ്ക് കൊള്ളയടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവണം. അരുൾ അതിൽ നിന്ന് പിന്മാറിയപ്പോ ദേഷ്യം കൊണ്ട് അവര് 3 പേരും കൂടി അരുളിനെ കൊന്നിട്ടുണ്ടാക്കണം. പിന്നീട് ഒറ്റക്ക് പൈസ കൈക്കലാക്കാൻ വേണ്ടി കുമാറും മണികണ്ഠനെയും അൻപിനെയും കൊന്നിട്ടുണ്ടാകണം. അങ്ങനെയായിരിക്കും നടന്നിട്ടുണ്ടാകാന്ന് അതിനൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ ആകെ അവരുടെ കൂട്ടത്തിൽ ജീവനോടുള്ളത് അല്ലെങ്കിൽ കണ്ടുപിടിക്കാത്തത് കുമാറിനെ മാത്രമാണ്. ബാക്കി എല്ലാവരും മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഷാജി രാത്രി സമയത്ത് ഏതോ ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് അവനെ ആരോ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അവൻ കാറിൽ കയറി ഇരുന്ന് സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് തവണ ഹോൺ അടിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട ആൾക്കാർ ഓടിക്കൂടുന്നുണ്ട്. ഈ കൊല്ലാൻ വന്ന ആളും അവിടെ നിന്ന് ഒരു കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടാൻ പോലീസിനെ ഷാജി അറിയിച്ചുകൊണ്ട് തന്നെ സ്പോട്ടിലേക്ക് പോലീസും വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കള്ളൻ ആ ഒരു കാടിന്റെ ഏരിയയിൽ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പോലീസും അവിടെ എല്ലാം തെരയുന്നതിന്റെ ഇടയ്ക്ക് ഒരാളെ കണ്ടു കിട്ടുന്നുണ്ട്. മുഖം മറച്ചത് മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത് സനീഷ് ആയിരുന്നു. അതായത് ആത്മഹത്യ ചെയ്ത ആ മധുവിന്റെ മൂത്ത മകനായിട്ടുള്ള സനീഷ്. അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവനായിരിക്കും അൻപിനെയും അരുളിനെയും മണികണ്ഠനെയും കൊന്നതെന്ന് പോലീസുകാര് അസ്യൂം ചെയ്യാണ്. നീയല്ല ആ ഒരു റോബറി പ്ലാൻ ചെയ്തത്, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തതെന്നല്ല അവനോട് ചോദിക്കുമ്പോ അവനിക്ക് ഈ ഒരു റോബറിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു തമിഴന്മാരെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ഷാജിയെ അവൻ കൊല്ലാൻ നോക്കിയതിന്റെ കാരണം അവനക്ക് വേണ്ടിയിട്ടാണ് അവന്റെ അച്ഛൻ ആ ഒരു ഫിനാൻസില് ആധാരം വെച്ച് ലോൺ എടുത്തത് അവന്റെ ഒരു ബിസിനസ് കാര്യത്തിന് വേണ്ടി. പക്ഷെ ആ ഒരു വീടും പറമ്പും പോകുന്ന ആയപ്പോഴാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത്. ആ ഒരു കൊള്ളപ്പലിശക്കാരനാണ് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് സനീഷ് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഷാജിയെ കൊല്ലാനായിട്ട് നോക്കിയത്. അല്ലാതെ ഈ ഒരു മർഡറുമായോ റോബറിയുമായോ അവൻക്ക് യാതൊരുവിധ ബന്ധവും ഇല്ലാന്നാണ് അവൻ പറയുന്നത്. എന്തായാലും അറ്റംപ്റ്റ് ടു മർഡർ കേസ് ഫയൽ ചെയ്ത് അവൻ അകത്തിടുന്നുണ്ട്.
ഇപ്പൊ ഈ ഒരു 4 പണിക്കാരും തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ SI ലീവ് ആയതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻ ഒന്നും കിട്ടിയില്ല. ഇൻസ്പെക്ടർ ലീവ് കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ അറിയിക്കാമെന്നും പറയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പൊ ഷാജിയെയും മാനേജറെയും വിജയ് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് അവരെ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ലോക്കറിന്റെ ഡമ്മി അവൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കാണ്. ലോക്കറിന്റെ ഡമ്മി മാത്രമല്ല, നഷ്ടപ്പെട്ടു എന്ന് ഇവര് പറയുന്ന 50 ലക്ഷം രൂപയുടെ ഡമ്മി നോട്ട്സും നഷ്ടപ്പെട്ടു എന്ന് ഇവര് പറയുന്ന 125 പവൻ ഡമ്മി പീസസും. സംഭവം എന്താന്ന് വെച്ചാല് ഈ എല്ലാ പൈസയും സ്വർണം കൂടി ഈ ഒരു ചെറിയ ലോക്കറിക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നില്ല. അത് നിങ്ങ വെച്ച പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് വിജയ് പറയുന്നുണ്ട്. അപ്പോൾ അവരൊന്ന് പേടിക്കാണ്. ആക്ച്വലി അവര് നുണ പറഞ്ഞതായിരുന്നു. അവിടെ നിന്ന് കളവ് പോയത് ആകെ 80 പവൻ സ്വർണവും 10 ലക്ഷം രൂപയും മാത്രമാണ്. ഇൻഷുറൻസ് എമൗണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞുണ്ടാക്കിയത്. അവന്റെ പേരില് ഇൻഷുറൻസ് തട്ടിപ്പിന്റെ ഒരു കേസും ഫയൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാഷ്ട്രീയക്കാരനായിട്ടുള്ള സാബു അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. സാബുവിനോട് വിജയ് ഒരുപാട് ദേഷ്യപ്പെടാണ്. തമിഴ്നാട്ടിലുള്ള ഒരു SI ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം വിജയെ ഫോൺ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള ഒരു ബാങ്ക് കൊള്ളയടിച്ചതിന് ശേഷമാണ് ഈ 4 പേരും കേരളത്തിലേക്ക് വന്നതെന്ന് അവൻക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. കുമാർ എന്ന് പറഞ്ഞ ഒരാളെ മാത്രമാണ് ഇപ്പൊ കണ്ടു കിട്ടാത്തത്. അയാളെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വിജയെ അറിയിക്കണമെന്ന് ആ ഒരു പോലീസുകാരനോടും വിജയ് പറയാണ്. മനോജ് ഇപ്പൊ അവന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയോണ്ട് തന്നെ വിജയ് രാത്രി കയറി മനോജിനെ അവന്റെ വീട്ടിൽ നിന്ന് പൊക്കുന്നുണ്ട്. മനോജ് ഓടിക്കളയാനും ഒളിച്ചു നിൽക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സാഹസികമായിട്ട് അവനെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ്. മനോജിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫിനാൻസില് അവന്റെ ആധാരം പണയം വെച്ചത്. കൊള്ളപ്പലിശ വാങ്ങി വീടും പറമ്പും പോകുന്ന ആയപ്പോ അവൻ പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിജയ് ഡ്യൂട്ടിയിൽ കയറുന്നതിന്റെ തലേ ദിവസം 16-ാം തീയതി അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവൻ വല്ലാതെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരും ഇവന്റെ സ്ലാങ് ശരിയല്ലാത്തതുകൊണ്ട് ആ കേസ് എടുക്കാൻ തയ്യാറായില്ല. ആ ദേഷ്യത്തിൽ അവൻ പോകുന്ന വഴിക്ക് പോലീസ് ജീപ്പിന്റെ ലൈറ്റ് തല്ലി പൊട്ടിച്ചിട്ടാണ് പോകുന്നത്. ഇതുകൊണ്ടാണ് പേടിച്ചിട്ട് അവൻ പോലീസുകാർ വന്നപ്പോ ഓടിക്കളഞ്ഞത്. ഇത്ര ദിവസം അവന് ഒളിഞ്ഞു നിൽക്കുന്നതായിരുന്നില്ല എന്നും ഈ ഒരു ഫിനാൻസിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവനക്ക് നാട്ടിലുള്ള പറമ്പ് വിൽക്കാനായിട്ട് പോയതാണെന്നും പറയുന്നുണ്ട്. വിജയ് അത് സത്യമാണോന്ന് അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു പറമ്പ് വിറ്റിട്ടുമുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇവനക്കും ആ ഒരു തമിഴന്മാരായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. എന്നാൽ പോലും വിജയ്ക്ക് അവന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. മനഃപൂർവ്വം മനോജ് ഒരു പ്രശ്നം ഉണ്ടാക്കി ഇവിടെ നിന്ന് മാറി നിന്നതാണെന്നും ആ തമിഴന്മാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് മനോജ് ആണെന്നും അവസാനം ഇവര് തമ്മിൽ പൈസയുടെ പേരിൽ വാക്കുതർക്കമായപ്പോ മനോജ് തന്നെയാണ് ഈ തമിഴന്മാരെ കൊന്നത് എന്നാണ് വിജയുടെ ഒരു അസംപ്ഷൻ. അതുകൊണ്ട് തന്നെ അവനെ കസ്റ്റഡിയിൽ തന്നെ വെക്കുന്നുണ്ട്. ഇപ്പൊ ഹയർ ഓഫീസർ വിജയെ വിളിപ്പിക്കുന്നുണ്ട്. ഈ കേസിനെ കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാണ്. വിജയും ഇത്ര അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം പറയുമ്പോ ഇത് മതി, കുമാറിന്റെ തലയിൽ കേസ് എഴുതിയിട്ട് ആ കേസ് അങ്ങോട്ട് ക്ലോസ് ചെയ്തേക്ക്, പിന്നെ മനോജിനെ കുറിച്ചൊക്കെ പിന്നെ അന്വേഷിച്ചാൽ മതി എന്ന് ആ ഒരു ഹയർ ഓഫീസർ വിജയോട് പറയാണ്. യാതൊരുവിധ തെളിവില്ലാതെ എങ്ങനെ അത് ക്ലോസ് ചെയ്യുന്നു ചോദിക്കുമ്പോ ഡിവൈഎസ്പിയും അവനോട് ഭയങ്കരമായിട്ട് ചൂടാവാണ്. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും, പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ ഒരാഴ്ച ഞാൻ ടൈം തരാം, ഒരാഴ്ചക്കുള്ളിൽ പുതിയ ഇൻസ്പെക്ടർ അവിടേക്ക് വരും, അത് കഴിഞ്ഞ കേസ് നിന്റെ കയ്യിലൊന്നും നിൽക്കില്ല, തലേതാ വാലേതാന്ന് അറിയാത്തവരൊക്കെ കേസ് ഏൽപ്പിച്ച എന്നെ വേണം പറയാനെന്ന് പറഞ്ഞ് അവനെ പുച്ഛിച്ചുകൊണ്ടാണ് ഡിവൈഎസ്പി അവിടെ നിന്ന് പോകുന്നത്. അതുകൊണ്ട് തന്നെ പാവം വിജയ് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അവന്റെ അമ്മയോട് പോലും അവനക്ക് മര്യാദക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. പിറ്റേ ദിവസം ബാലം പോലീസുകാരൻ ഏതോ ഒരു സ്റ്റേഷൻ പരിധിയില് ഒരു തട്ടാന്റെ അടുത്ത് ഒരു സ്ത്രീ സ്വർണം വിൽക്കാനായിട്ട് വന്നിരുന്നെന്നും അത് മോഷണം മുതലാണോ എന്ന് ആ തട്ടാന് സംശയമുണ്ടെന്നും വിളിച്ചറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അവര് രണ്ടുപേരും കൂടി ആ ഒരു കടയിലേക്ക് പോകുന്നുണ്ട്. 2 പവന്റെ മാലയാണ് ആ ഒരു സ്ത്രീ കൊണ്ടുവന്നിരുന്നത്. വേറെ സ്വർണ്ണക്കടയിലൊന്നും കൊടുക്കാതെ ഇവിടേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം ചോദിക്കുമ്പോ അവിടെ പണിക്കൂലിയും പണിക്കുറവൊക്കെ കഴിഞ്ഞ് കുറച്ച് പൈസ കിട്ടുള്ളൂ, അതുകൊണ്ടാണെന്നാണ് പറയുന്നത്. ഈ ഒരു തട്ടാൻ ഏറ്റവും വില കുറച്ചിട്ടാണ് ആ ഒരു മാലക്ക് പറയുന്നത്. അവൾ അപ്പൊ തന്നെ അതിന് സമ്മതിക്കുന്നുണ്ട്. വില പേശാനായിട്ട് നിന്നില്ല. പക്ഷെ ആ തട്ടാന്റെ കയ്യിൽ അത്ര പൈസ ഒറ്റയടിക്ക് എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം വായോ ഫോൺ നമ്പർ തരാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ ഫോൺ നമ്പർ ഒന്നും തരുന്നില്ല. പിറ്റേ ദിവസം വന്നുമില്ല. സാധാരണ സ്വന്തം മുതല് ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് നേരം വില പേശും. ഈ ഒരു പെണ്ണ് കിട്ടിയതായി എന്നാണ് വിചാരിച്ചിരുന്നത്. അവള് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്കാണ് പോയിരിക്കുന്നതെന്നും വിജയോട് ഒരു തട്ടാൻ പറയുന്നുണ്ട്. അവൾ ഏത് മരുന്നാണ് വാങ്ങിയിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി വിജയ് അന്വേഷിക്കുന്നുണ്ട്. അത് എന്തിനുള്ള മരുന്നാണെന്നും അവൻ കണ്ടുപിടിക്കുകയാണ്. ആ ഒരു പെണ്ണ് പോകുന്ന സമയത്ത് അവൾക്ക് ഒരു കോള് വന്നിരുന്ന അത്രേ. അതിന്റെ റിംഗ് ടൂൺ ഒരു ചെണ്ട കൊട്ടുന്ന ടൂണായിരുന്നു. ഇപ്പൊ വിജയ്ക്ക് എന്തോ കത്തുന്നുണ്ട്. അവനക്ക് എന്തോ മനസ്സിലായ പോലെയാണ് പോകുന്നത്. ആരെയോ വിളിച്ചിട്ട് ആരുടെ നമ്പർ ട്രേസ് ചെയ്യണം, ഇന്ന സമയത്ത് അവര് എവിടെയായിരുന്നു എന്ന് കണ്ടുപിടിക്കണം എന്നെല്ലാം വിജയ് പറയുന്നുണ്ട്. കോട്ടേസി വന്ന അവനും CCTVയില് എന്തോ ഒക്കെ നോക്കി അവനക്ക് എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയത്താണ് ഒരു തട്ടാന് ഇവിടെ വന്ന പെണ്ണി ഇതാണോ എന്ന് ചോദിച്ച് അവൻ ഫോട്ടോ കാണിച്ചതെല്ലാം കാണിക്കുന്നത്. ആ
തട്ടാനും ആ ഒരു സ്ത്രീ തന്നെയാണ് വന്നതെന്ന് പറയാണ്. ആ സ്ത്രീ ആരാണെന്ന് നോക്കുമ്പോ അഞ്ജന ആനന്ദ്, അതായത് അവന്റെ സ്റ്റേഷനിലുള്ള ആനന്ദ് എന്ന് പറഞ്ഞ പോലീസുകാരന്റെ ഭാര്യയായിരുന്നു അത്. അങ്ങനെ ഇതെല്ലാം ചെയ്തത് ആനന്ദാണെന്ന് വിജയ് മനസ്സിലാക്കുന്നുണ്ട്. അതവൻ കണ്ടുപിടിച്ചത് CCTV വിഷ്വൽസില് പോലീസ് ജീപ്പിന്റെ ലൈറ്റ് റിഫ്ലക്ഷനില് കണ്ടിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ ഷോപ്പില് എന്തിനുള്ള മരുന്നായിരുന്നു വാങ്ങിയെന്ന് ചോദിക്കുമ്പോ സ്ട്രോക്ക് വന്ന അവര് കഴിക്കുന്ന മരുന്നാണെന്നാണ് പറയുന്നത്. ആനന്ദിന്റെ അമ്മക്ക് സ്ട്രോക്ക് ആയിരുന്നു. പക്ഷെ ആനന്ദ് ഇതെല്ലാം ഒറ്റയ്ക്കല്ല ചെയ്തിരിക്കുന്നത്. അവന്റെ കൂടെ ബിബീഷ് എന്ന് പറഞ്ഞ ആ ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. ഇത് ഹയർ ഓഫീസേഴ്സിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് വിജയ് ഫോൺ എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നിലൂടെ വന്ന സത്യ ആ ഫോൺ വാങ്ങി തല്ലി പൊട്ടിക്കാണ്. അപ്പൊ സത്യ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്ന് വിജയ്ക്ക് മനസ്സിലാവാണ്. കൃഷ്ണേട്ട ആ ഒരു ഫോൺ ഇങ്ങ് എടുക്കുന്ന കൃഷ്ണേട്ടനോട് പറയുമ്പോഴും അത് വിട്ട് കളയ സാറേന്നാണ് കൃഷ്ണേട്ടൻ പറയുന്നത്. അപ്പൊ കൃഷ്ണേട്ടനും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരും അറിഞ്ഞിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് കൃഷ്ണേട്ടൻ അവിടെ നടന്ന കഥകളെല്ലാം പറയുന്നത്. ആക്ച്വലി ബിബീഷും ആനന്ദും കൂടി തന്നെയാണ് ആ ഒരു കള്ളന്മാരെ ഫിനാൻസിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് ആ പോലീസുകാരും പറയുന്നുണ്ട്. എന്താണ് നടന്നതെന്ന് വെച്ചാല് അരുളും ബാക്കി 3 പേരും തമ്മിൽ എന്തോ വാർക്ക് തർക്കങ്ങൾ ഉണ്ടാവാണ്. അതുകൊണ്ട് തന്നെ അരുളിന്റെ പേരിൽ ആ 3 പേരും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നുണ്ട്. കേസ് അന്വേഷിക്കാനായി പോലീസുകാർക്ക് കുറച്ച് കൈക്കൂലിയും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരുളിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവര് പെരുമാറാണ്. ദേഷ്യം വന്ന അരുളും അവരെ ഇട്ട് അടിക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന പോലീസുകാരെല്ലാവരും അവനെ എടുത്തിട്ടടിച്ചപ്പോ അവൻ അറിയാതെ മരിച്ചു പോകുന്നുണ്ട്. പക്ഷെ ഇത് പുറം ലോകം അറിയാതെ അവർക്ക് മറക്കണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് ബാക്കി 3 പേരെയും പോലീസുകാര് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് ഇതിന്റെ പിന്നില് ഒരു റോബറി ചെയ്യണമെന്നും അതുപോലെ തന്നെ പോലീസുകാർ പറയുന്ന സ്ഥലത്ത് അരുളുടെ ബോഡി കുഴിച്ചിടണമെന്നും പറയാണ്. ഇവരും അതിന് സമ്മതിച്ച് അവരുടെ കൂടെ നിൽക്കാണ്. പക്ഷെ റോബറി കഴിഞ്ഞതിന് ശേഷം ചെറിയ എമൗണ്ട് കൊടുത്ത് സെറ്റിൽ ചെയ്യാമെന്നാണ് പോലീസുകാർ വിചാരിച്ചിരുന്നത്. അവര് പകുതി വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരെയും പോലീസുകാർ കൊല്ലുന്നുണ്ട്. അരുളുടെ ബോഡി 4-5 ദിവസം കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിൽ കുഴിച്ചിടണം എന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിന്റെ പിന്നിൽ ആൾക്കാർ പോകുന്ന സമയത്താണ് അവർ ആ ഒരു റോബറി പ്ലാൻ ചെയ്തിരുന്നത്. അവരുടെ പ്ലാനിങ്ങും ഇത് തന്നെയായിരുന്നു. കുമാറിനെ അവർ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിലും കുമാറിന്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. കുമാർ ബാക്കിയുള്ളവരെ കൊന്ന് ഓടിപ്പോയി എന്നുള്ള ആ ഒരു കേസ് വിധി വരാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയത്. അന്ന് ആ തമിഴന്മാരുടെ വീട് സെർച്ച് ചെയ്യുന്ന സമയത്ത് സത്യം പോലീസിന് ആ ഒരു റെസിപ്റ്റ് കിട്ടിയിരുന്നല്ലോ. അതുപോലും ആ ഒരു സത്യം തന്നെയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. സെർച്ച് ചെയ്യുന്ന ടൈമിൽ ആരും അറിയാതെ വെച്ചതായിരുന്നു അത്. അവൻ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഉടനെ പോകുന്ന സമയത്ത് അവനെ ആരോ ചവിട്ടാണ്. ആരാണെന്ന് നോക്കുമ്പോ അത് വിദ്യയായിരുന്നു. ഇവരുടെ കൂട്ടത്തില് വിദ്യ ഉണ്ടായിരുന്നു. വിദ്യയും വിജയന് ഒരുപാട് അടിക്കുന്നുണ്ട്. അവസാനം അവനക്ക് സഹിക്കാൻ പറ്റാതെ അവൻ എണീറ്റ് നിന്ന് ബാക്കി എല്ലാവരെയും അടിച്ചിടാണ്. കൂട്ടത്തില് വിദ്യയെയും അടിച്ചിടുന്നുണ്ട്. ഇപ്പൊ DYSPയുടെ ടീംസ് വന്ന് പോലീസുകാരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ബാലനും രമ്യ മാത്രമാണ് ഇതിലൊന്നും പെടാതിരുന്ന പോലീസുകാര്. അവരാകെ ഷോക്കായി നിൽക്കാണ്. പുതിയ ആളാണ്, കേസ് തെളിയിക്കാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചാല് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് വിജയ് ഒറ്റക്കാണ് തെളിയിച്ചിരിക്കുന്നത്. ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടോന്ന് ഒന്ന് പറഞ്ഞേക്കണേ. ഹൈപ്പുൾ ലൈക്കും തരാൻ മറക്കല്ലേ.